ബെന്യാമിൻ നേരത്തെ ഇവിടെ ഈ പരിപാടിയിൽ തന്നെ പരാമർശിക്കപ്പെട്ട ആടുജീവിതം എഴുതി പ്രവാസ മലയാളികളുടെ ഒരു സാംസ്കാരിക അംബാസിഡറെ പോലെ നമ്മൾ മനസ്സിലാക്കുന്ന എഴുത്തുകാരൻ ബെന്യാമിൻ ഉണ്ട്. അദ്ദേഹം ലോക കേരള സഭയിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. പുറത്തുള്ള നിരീക്ഷകരുടെ അഭിപ്രായങ്ങൾ ഈ കണ്ട പോലെ 3 തലത്തിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ നമ്മൾ കണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് അതിൻ്റെ ഉള്ളിൽ പങ്കെടുക്കുന്ന ഒരാൾക്ക് എന്നാണ് എനിക്ക് ഇപ്പോൾ അറിയേണ്ടത്. 4 ലോക കേരള സഭയുടെ ആംബിയൻസ് എങ്ങനെയുണ്ട് എന്നൊരു ചോദ്യമാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്. മുൻ സഭകളിലും പങ്കെടുത്തിരുന്ന ഒരാളാണ് അദ്ദേഹം. അവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സഭ മുന്നോട്ട് പോവുകയാണോ അതോ തരിച്ചു നിൽക്കുന്നുണ്ടോ, സഭയ്ക്ക് പിറകോട്ട് പോകുന്ന തിരിച്ചടികൾ ഏൽക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ബെന്യാമിൻ ഈ ഘട്ടത്തിൽ പറയേണ്ടത്. തീർച്ചയായിട്ടും ആദ്യ ലോക കേരള സഭ മുതൽ അതിൻ്റെ അംഗമെന്ന നിലയിൽ വിശാലമായൊരു കാഴ്ചപ്പാടാണ് ലോക കേരള സഭ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കാരണം പ്രവാസികൾ എന്ന് പറയുന്നവർ അന്യരല്ല എന്നും അവർ കേരളത്തിൻ്റെ സ്വന്തമാണ് എന്നും അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരളത്തിൻ്റെ ഭാവി വികസനം മുന്നോട്ട് പോകേണ്ടതെന്നും അവരുടെ അനുഭവ പരിജ്ഞാനത്തെ ഇവിടെ ഉപയോഗപ്പെടുത്തണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ലോക കേരള സഭ മുന്നോട്ട് വന്നിട്ടുള്ളത്. ആദ്യ 2 സഭകളിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള വളരെയേറെ നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ പുതിയ അംഗങ്ങൾ വരുന്നു, പുതിയ നിർദ്ദേശങ്ങൾ വരുന്നു, പുതിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർ വരുന്നു, അവർ കൂടുതൽ വ്യത്യസ്തമായ നിർദ്ദേശങ്ങൾ വരുന്നു. അതൊക്കെ കേരളത്തിൻ്റെ ഗുണകരമായ വളർച്ചയ്ക്ക് പ്രയോജനം ചെയ്യുമെന്ന് തന്നെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു.